ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഒരു നല്ല അസിസ്റ്റ് സ്വന്തമാക്കാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മോശമല്ലാത്ത രൂപത്തിൽ റാഫീഞ്ഞ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഗോളവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് മുതലെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഏതായാലും ഈ മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ച് റാഫീഞ്ഞ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ശാരീരികമായി താനിപ്പോഴും 100% റെഡി ആയിട്ടില്ല, ഇനി കുറച്ചുകൂടി തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ചു കാലം അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. ഈയിടെയാണ് അതിൽ നിന്നും അദ്ദേഹം മുക്തനായി തിരിച്ചെത്തിയത്. ഏതായാലും റാഫീഞ്ഞയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പരിക്ക് കാരണം കുറച്ചു കാലം ഞാൻ പുറത്തായിരുന്നു. ബ്രസീലിയൻ ടീമിലേക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ എത്താൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ ഇപ്പോഴും 100% റെഡി ആയിട്ടില്ല. അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന് ഇവിടെ കളിക്കാൻ ലഭിച്ച മിനിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ അത് സഹായകരമാണ്. 6ാമത്തെ ലോക കിരീടം, അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദേശീയ ടീമിൻ്റെ ചരിത്രത്തിൽ തങ്ങളുടെ പേര് രേഖപ്പെടുത്താനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നല്ല രീതിയിലാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അതായത് തൻ്റെ 100% ഫിറ്റ്നസ്സിലേക്ക്, തൻ്റെ 100% പ്രകടന മികവിലേക്ക് താൻ എത്തിയിട്ടില്ല, എന്നാൽ അതിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് ഉള്ളത് എന്നൊക്കെയാണ് റാഫീഞ്ഞ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ജൂൺ 14-ാം തീയതി അഥവാ ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30-നാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ റാഫീഞ്ഞ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.